ഗബ്രി പുറത്താവുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് മെയിനായിട്ട് സംഭവിക്കാനുള്ളത്? ആദ്യം ഗബ്രിക്ക് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നല്ല ക്ലാരിറ്റി വരും. അതാണ് ആദ്യം സംഭവിക്കാൻ പോണ കാര്യം. അതുപോലെ അകത്ത് എന്തൊക്കെ ഗെയിം ചേഞ്ചസ് ഉണ്ടാവും, എന്തൊക്കെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടാവും നമുക്ക് നോക്കാം. ബി ഹൗസിലുള്ള എല്ലാവരുടെയും വിചാരം ഗബ്രി ഒരു ടോപ്പ് 5 വരാനുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. കാരണം കോണ്ടന്റുകൾ ഇങ്ങനെ വാരി വെതറി കൊടുത്തോണ്ടിരിക്കുന്ന ഒരാളാണല്ലോ. എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീക്ക് നമ്മുടെ അൻസിബ ഔട്ടാവുന്നതാണ്. അൻസിബ തന്നെ ഞെട്ടാനൊരു ചാൻസ് ഉണ്ട് അൻസിബ ഔട്ടാവാതെ. കാരണം പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് റെഡിയായി ഇരിക്കുകയാണ് അൻസിബ പോവാൻ. പക്ഷെ ഗബ്രി പോകുന്നതോടെ കൂടെ അവർക്ക് മനസ്സിലാവും അവർ ഇതുവരെ പുറത്ത് എന്താണ് നടക്കുന്നതെന്നുള്ളൊരു അസസ്മെന്റ് മുഴുവൻ തെറ്റായിരുന്നു എന്ന്. അകത്തുള്ളവർക്കൊക്കെ ഞെട്ടലായിരിക്കും അൻസിബ എന്ത് ചെയ്തിട്ടാണ് പുറത്ത് ഇത്ര വോട്ടെന്ന്. അൻസിബ ആവശ്യമുള്ള സമയത്ത് മാത്രമാണ് സംസാരിക്കുന്നത് എങ്കിലും സംസാരിക്കുന്നത് എല്ലാം പോയിന്റ്സ് ആണ്. വേണ്ടവിടെ കൃത്യമായി പറയുന്നുണ്ട്. ഒരുപാട് നേരം 1.5 മണിക്കൂർ 2 മണിക്കൂർ തർക്കിക്കുന്നില്ല. പക്ഷെ പറയുന്നതല്ല നല്ല കുറിക്ക് കൊള്ളുന്ന മാതിരിയാണ് അൻസിബ പറയുന്നത്. അതന്നെ അൻസിബയ്ക്ക് സപ്പോർട്ട് കൂടാനുള്ള കാരണവും. ജിൻഡോനെ കിടന്ന് വെല്ലുവിളിച്ചാണല്ലോ നമ്മുടെ ഗബ്രിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ജാസ്മിന്റെ കൂടെ ഉള്ള കോംബോ മാത്രമല്ല, വായ തുറന്നാൽ ജബ്രി പോയി. കാരണം ആരെയും എന്തും പറയുന്ന ഒരു സ്വഭാവം, വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് ഓരോരുത്തരോടും സംസാരിക്കുന്നത്. ജിൻഡോ പോകുമ്പോൾ ഈ ദീപാവലി ആഘോഷിക്കാൻ തന്ന ഗബ്രിയാണ് ഇപ്പം നമ്മുടെ ജിൻഡപ്പൻ്റെ ഫാൻസിന് ദീപാവലി ആഘോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അത്രയും ഓവർ കോൺഫിഡൻസ് എവിടെയും പാടില്ല. ഗബ്രി ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു. താൻ എന്തോ വലിയ ആളാണെന്നുള്ള രീതിയിൽ മാത്രമാണ് ഗബ്രി ഓരോരുത്തരെയും നേരിട്ടുകൊണ്ടിരുന്നത്. അതാണ് ഗബ്രിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ്, അല്ലാതെ ജാസ്മിനുമായിട്ടുള്ള കോംബോ മാത്രമല്ല. ഇനി ജാസ്മിന് ഒരു തപ്പലുണ്ടാവും. ജാസ്മിൻ എങ്ങനെ ഈ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഗബ്രി പോകുമ്പോൾ ജാസ്മിൻ്റെ കോൺഫിഡൻസ് കുറയും. കാരണം ഇവർ രണ്ടുപേരും കൂടെ നെഗറ്റീവ് ആണെന്ന് ജാസ്മിന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താനും നെഗറ്റീവ് ആണ്, ഗബ്രി പോയി അടുത്ത് ഞാനാണോ എന്നുള്ളൊരു ചിന്തയും കൂടെ ജാസ്മിന് വരാൻ ചാൻസ് ഉണ്ട്. സോ അത് ജാസ്മിന്റെ ഗെയിമിനെ എഫക്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. പക്ഷേ നെഗറ്റീവ് കോണ്ടന്റ് ആണെങ്കിലും കോണ്ടന്റുകൾ കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഗബ്രി പോകുമ്പോൾ കോണ്ടന്റ് ക്ഷാമം വീണ്ടും ഉണ്ടാവും. അതിന് പകരമായിട്ട് നമുക്ക് രതീഷിനെ നിർത്തിക്കഴിഞ്ഞാൽ കുറേയൊക്കെ ഗെയിമിലൊരു ചേഞ്ചസ് വരും, ട്വിസ്റ്റ് വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ രതീഷിനെയും കൂടെ നാളെ പുറത്താക്കി കഴിഞ്ഞാൽ മൊത്തം ശോകമായിരിക്കും. എന്ത് പറയാനാ, കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടില്ല, റിവ്യൂ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് അറിയാം, ഞാൻ ഒരാഴ്ച ഫുള്ള് വീഡിയോ ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഇങ്ങനെ ശോകം തന്നെയായി പോകാനാണ് ചാൻസ്, രതീഷിനെ നിർത്തിയിട്ടില്ലെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ ട്വിസ്റ്റ് എന്തെങ്കിലും സംഭവിക്കണം, സിബിനകത്ത് കയറുക, അങ്ങനത്തെ വല്ല ട്വിസ്റ്റും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.